നമസ്കാരം. സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. പന്നിയങ്കരയിൽ പ്രദേശവാസികൾക്ക് ടോൾ പ്രതിഷേധം വ്യാപകമാകുന്നു. ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പി സുമോദ് MLA. പെട്ടി വിവാദത്തിൽ പോലീസിന് FIR പോലും ഇടാൻ കഴിഞ്ഞില്ലെന്ന നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. കുറുവാ സംഘം BJP ആണോ CPM ആണോ എന്ന് സ്വയം വിലയിരുത്തട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. CPIM വടക്കഞ്ചേരി ഏരിയ സമ്മേളനം സമാപിച്ചു. ടി കണ്ണനെ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന് സമാപനം കുറിച്ച് ചുവപ്പ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടത്തി. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത നീലിപ്പാറയിൽ വേഗ നിയന്ത്രണത്തിനായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ദേശീയപാതയിൽ അപകടം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത്. വാർത്തകൾ വിശദമായി. പ്രദേശവാസികൾക്ക് ടോൾ പ്രതിഷേധം വ്യാപകമാകുന്നു. ടോൾ പിരിക്കാനുള്ള കമ്പനിയുടെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പി സുമോദ് MLA. പന്നിയങ്കര ടോൾ ബൂത്തിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്നാണ് പി സുമോദ് MLA സ്റ്റാർട്ട് ന്യൂസിനോട് പറഞ്ഞത്. പ്രദേശവാസികൾക്ക് അവരുടെ ID പ്രൂഫോ അതല്ലെങ്കിൽ RC ബുക്കിൻ്റെ കോപ്പിയോ കാണിച്ചാൽ സൗജന്യമായി അങ്ങോട്ടും ഇങ്ങോട്ടേക്കും യാത്ര ചെയ്യാൻ ആവശ്യമായ സാഹചര്യമുണ്ട്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ടോൾ പിരിക്കാൻ ആവശ്യമായ തീരുമാനത്തിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മുൻകൂട്ടി അറിയിക്കാതെ പ്രാദേശികമായി ടോൾ പിരിക്കാൻ ആവശ്യമായ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ടോൾ കമ്പനി തുടർന്നാൽ അതിശക്തമായ ജനകീയ സമരത്തിന് പന്നിയങ്കര ടോൾ പാസ സാക്ഷ്യം വഹിക്കുമെന്ന മുന്നറിയിപ്പ് ഇവിടെ നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ 4 വരി 6 വരി ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത പ്രദേശവാസികൾ അവർ അനുഭവിക്കേണ്ട ഒരു സൗജന്യമാണ് ന്യായമായും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ചോദിക്കുന്നത്. എന്നാൽ അതിനെ മറികടക്കുന്ന രൂപത്തിൽ കൊള്ളലാഭം ഇവിടുത്തെ പ്രാദേശിക ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളിൽ നിന്ന് കരാർ കമ്പനി പിന്മാറണമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. 5-ാം തീയതി മുതൽ ടോൾ പിരിക്കുമെന്നാണ് കരാർ കമ്പനി പറയുന്നത്. ഇടയ്ക്കിടെയുള്ള കരാർ കമ്പനിയുടെ ഇത്തരം ഭീഷണികൾ വിലപ്പോകില്ലെന്നും MLA വ്യക്തമാക്കി. മുൻകൂട്ടി നിശ്ചയിക്കാതെ ടോൾ പിരിവ് നടത്താൻ പാടില്ലെന്ന മുൻ തീരുമാനത്തിൽ നിന്നും വിരുദ്ധമായുള്ള ഈ നീക്കം വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. പ്രദേശവാസികളുടെ ന്യായമായ അവകാശങ്ങളെ കവർന്നെടുക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും സുമോദ് പറഞ്ഞു. പെട്ടി വിവാദത്തിൽ പോലീസിന് FIR പോലും ഇടാൻ കഴിഞ്ഞില്ലെന്ന് നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് നമ്മളോടും നിങ്ങളോടും പറയാതെ FIR എടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലയെപ്പറ്റി ഒന്നുകൂടെ അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹോപദേശം. ഇനി ആ വിഷയത്തിന് ഏതുതരം അന്വേഷണം നടത്തുന്നതിന് ഞങ്ങളെപ്പറ്റി അടച്ചിട്ടില്ല. ഞങ്ങളുടെ പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ ആ പരാതികൾക്ക് മുകളിൽ ആക്ഷൻ ഉണ്ടായില്ലായിട്ട് ഞങ്ങൾ അതിൻ്റെ നിയമ നടപടികളുമായിട്ട് നടത്തിയിലേക്ക് പോകും. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ കുറുവാ സംഘം എന്നോ CPM സംഘം എന്നൊക്കെ അവർ തീരുമാനിച്ചത് ഏത് സംഘത്തിലും ചോദിക്കാൻ ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ CPMന്റെ സംസ്ഥാന നേതൃത്വത്തിൽ ആരെങ്കിലും ക്യാരി ചെയ്യുന്നത് CPM ജില്ലാ സെക്രട്ടറിയെ CPM സംസ്ഥാന ഗൗരവത്തിലെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കുറുവാ സംഘം BJP ആണോ CPM ആണോ എന്ന് സ്വയം വിലയിരുത്തട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പെട്ടി വിഷയത്തിൽ വേണമെങ്കിൽ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. CPIM വടക്കഞ്ചേരി ഏരിയ സമ്മേളനം സമാപിച്ചു. ടി കണ്ണനെ ഏരിയ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിച്ചാൽ ശക്തമായ പ്രക്ഷോഭത്തിന് രംഗത്തിറങ്ങാൻ CPIM വടക്കഞ്ചേരി ഏരിയ സമ്മേളനം തീരുമാനിച്ചു. മുടപ്പല്ലൂർ പങ്കജ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രനും പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ഏരിയ സെക്രട്ടറി ടി കണ്ണനും മറുപടി പറഞ്ഞു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P മമ്മിക്കുട്ടി MLA, S അജയകുമാർ, TM ശശി എന്നിവർ സംസാരിച്ചു. CPIM വടക്കഞ്ചേരി ഏരിയ സെക്രട്ടറിയായി ടി കണ്ണനെ വീണ്ടും തിരഞ്ഞെടുത്തു. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ നീലിപ്പാറയിലുള്ള U-ടേണിൽ വേഗ നിയന്ത്രണത്തിനായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ നീലിപ്പാറയിലുള്ള U-ടേണിലാണ് വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കാൻ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചത്. തുടർച്ചയായുള്ള അപകടങ്ങളെ തുടർന്നാണ് നടപടി. പാലക്കാട് ദിശയിലേക്കുള്ള പാതയിലാണ് വേഗ നിയന്ത്രണം. നീലിപ്പാറയിൽ വാഹനങ്ങൾ U-ടേൺ എടുക്കുന്നതിനായി വേഗം കുറയുമ്പോൾ പിന്നിൽ വാഹനം ഇടിച്ചാണ് അപകടമുണ്ടാകുന്നത്. കല്ലിങ്കൽപാടം റോഡിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്നതിന് ദേശീയപാതയിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾ നീലിപ്പാറയിലെത്തിയാണ് തിരിയുന്നത്. മുൻപ് വാണിയമ്പാറയിലുള്ള U-ടേൺ വഴിയാണ് വാഹനങ്ങൾ തിരിഞ്ഞിരുന്നത്. ഇവിടെ മേൽപ്പാലം പണി നടക്കുന്നതിനെ തുടർന്നാണ് നീലിപ്പാറയിൽ നിന്നും U-ടേൺ സൗകര്യം ഒരുക്കിയത്.
എന്നാൽ നീലിപ്പാറയിൽ പ്രത്യേക ട്രാക്ക് തിരിച്ചു നൽകിയില്ല. യു ടേൺ ഉണ്ടെന്ന് അടുത്തെത്തുമ്പോഴേ അറിയൂ. വേഗനിയന്ത്രണത്തിനായി പോലീസ് ബാരിക്കേഡുകൾ കൊണ്ടുവന്നെങ്കിലും തകരാറിനെ തുടർന്ന് റോഡിൽ വെക്കാൻ കഴിഞ്ഞില്ല. പ്രതിഷേധം ശക്തമായതോടെയാണ് ബാരിക്കേഡുകൾ നന്നാക്കി റോഡിൽ സ്ഥാപിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്ന സംയുക്ത സമരസമിതി. ടോൾ പ്ലാസയിൽ പന്തം കൊളുത്തി പ്രതിഷേധിച്ച പ്രദേശവാസികൾ. പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പന്നിയങ്കര ടോൾ പ്ലാസയിൽ പന്തം കൊളുത്തി പ്രതിഷേധിച്ചത്. ഒരു കാരണവശാലും പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്നും മറിച്ച് തീരുമാനമുണ്ടായാൽ നാട്ടുകാർ ഉൾപ്പെടെ ടോൾ പ്ലാസ ഉപരോധിക്കുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. പന്തലാംപാടം ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് ജോഴ്സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CC സുരേന്ദ്രൻ അധ്യക്ഷനായി. ജനകീയവേദി ജനറൽ കൺവീനർ ജിജോ ജെയിംസ് അറക്കൽ, ജനകീയവേദി കൺവീനർ K ശിവദാസ്, ഷിബു ജോൺ, V ഗംഗാധരൻ, ML അവറാച്ചൻ, സിൽവിൻ ചെറുനിലം എന്നിവർ സംസാരിച്ചു. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ ആളുകളും ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും ഒരു 2 മാസം 1 മാസം കഴിയുമ്പോൾ ടോൾ കമ്പനി മാറി ഇന്ന് ഞങ്ങൾ പിരിക്കുകയാണ്, നാളെ പിരിക്കുകയാണോ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭീഷണി ഇവിടെ നിന്ന് നടക്കാൻ പോകുന്നില്ല. എന്തായാലും ഞങ്ങളിപ്പോൾ ഇന്ന് രാത്രി ഈ പന്തം കൊളുത്തി പ്രകടനം നടത്തുമ്പോൾ തന്നെ 40-40ഓളം ആളുകൾ ഇവിടെ പങ്കെടുത്തു. ഈ കൊടുമഴയത്ത് പോലും നാളെ എന്ത് കേസ് വന്ന് 5-ാം തീയതി ഇവർ പിരിക്കുന്നു പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഈ ടോൾ കമ്പനി ഇവിടെ പിരിക്കാൻ അനുവദിക്കില്ല. ടോൾ കമ്പനിക്ക് ഒരു സൂചന നൽകിക്കൊണ്ട് ഒരു കാരണവശാലും ഈ ടോൾ പ്രദേശവാസികൾ അംഗീകരിക്കുകയില്ല. ഒരു രൂപ പോലും ടോൾ കൊടുക്കാൻ തയ്യാറുമല്ല. കാരണം അത്രമാത്രം കഷ്ടപ്പാടുകൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഈ പ്രാന്തപ്രദേശങ്ങളിലുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരം 5-ാം തീയതി ഇതിലും ഊർജിതമായിട്ട് 5-ാം തീയതി കാലത്ത് ഇവിടെ നടത്തപ്പെടുന്നതാണ്. ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ഈ ജനങ്ങൾ ഈ പെരുമഴയത്തും ഈ ചുഴലിക്കാറ്റിൻ്റെയും മഴയുടെയും സമയത്ത് പോലും ഇന്നിവിടെ ഇത്രത്തോളം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നാളത്തെ പ്രതിഷേധങ്ങളിൽ ഈ പ്രദേശത്തെ ഒന്നടങ്കം ആയിരക്കണക്കിന് ആളുകളെ ഇവിടെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങളുടെ ശക്തമായ സമരം ആരംഭിക്കും. അതിന് ഈ ടോൾ കമ്പനി ഇടപെടുത്തലെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അവരോട് ആവശ്യപ്പെടാനുള്ളത്. പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഡിസംബർ 4 വൈകിട്ട് 4:30 വടക്കഞ്ചേരി, ആലത്തൂർ, പാണഞ്ചേരി എന്നീ 3 ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തുമെന്ന് കോൺഗ്രസ് വടക്കഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ദിലീപ് പറഞ്ഞു. ഇവിടെ ഹൈവേ വരുന്നതിന് വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ ഉള്ള 10 സെൻറ്റ് ഭൂമിയിൽ നിന്നും 5 സെൻറ്റ് ഭൂമി വിട്ടുകൊടുത്ത് ഒരു റോഡ് വികസനത്തിന് വേണ്ടി ഒരു റോഡ് വന്നപ്പോൾ പിന്നീട് അവരെ തന്നെ ദ്രോഹിക്കുന്ന നിലപാടുമായി കമ്പനി മുന്നോട്ട് പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു 50,000 രൂപയുടെ ഒരു വാഹനം വാങ്ങിയ ആൾ എല്ലാ ദിവസവും ഇപ്പോൾ വടക്കഞ്ചേരി ടൗണിലേക്ക് ഒരു 1/2 കിലോമീറ്റർ ദൂരം 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എല്ലാ ദിവസവും ഇങ്ങനെ ടോൾ കൊടുത്ത് ലക്ഷക്കണക്കിന് ഒരു വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ടോൾ കൊടുത്ത് മുന്നോട്ട് പോകാനൊന്നും സാധാരണ ജനങ്ങൾക്ക് കഴിയുന്നതല്ല. അതൊന്നും കമ്പനിയുടെ ഈ ധിക്കാരപരമായ നടപടികളോട് അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. 330-ലധികം ജനങ്ങളെ കൊന്നൊടുക്കിയ കൊലയാളി കമ്പനിയാണ് ഈ കമ്പനി. ഈ കമ്പനിയുമായിട്ട് ഒരു വിട്ടുവീഴ്ചയുമില്ല. ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയുള്ള പോരാട്ടത്തിനും ഞങ്ങൾ മുന്നിട്ടിറങ്ങാൻ പോവുകയാണ്. ഇനി നാളെ വൈകുന്നേരം 4:30 മണിക്ക് കമ്പനിയിലേക്ക് ടോൾ പ്ലാസയിലേക്ക് ഒരു മാർച്ച് നടത്തിയ ശേഷം വീണ്ടും ടോൾ പിരിക്കുമെന്നുള്ള നിലപാടുമായി കമ്പനി പോവുകയാണെങ്കിൽ അതിശക്തം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ പ്രവർത്തനം കമ്പനി ടോൾ പ്ലാസ ഉപരോധിക്കുന്ന നടപടികളുമായി കൂടി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്യും. 2022 മാർച്ച് 9 മുതലാണ് പന്നിയങ്കരയിൽ മറ്റു വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിവ് തുടങ്ങിയത്. വർഷത്തിൽ 2 തവണ ടോൾ നിരക്ക് കൂട്ടി വാഹനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. ഇതിനിടെ പലതവണ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനും നീക്കം നടത്തി. എന്നാൽ ശക്തമായ എതിർപ്പുകളെ തുടർന്ന് കരാർ കമ്പനി പിരിവിൽ നിന്നും പിന്മാറുകയായിരുന്നു. കാമശ്ശേരി പത്തനാപുരം താൽക്കാലിക നടപ്പാലത്തിൽ സാഹസികമായി ബൈക്ക് കടത്തുന്നതിനിടെ ബൈക്ക് ഒലിച്ചുപോയി, യാത്രക്കാർ രക്ഷപ്പെട്ടു. കാമശ്ശേരി പത്തനാപുരം പാലത്തിലാണ് സാഹസിക യാത്രയ്ക്കിടെ ബൈക്ക് ഒലിച്ചുപോയത്. എന്നാൽ ബൈക്കിലിരുന്നയാൾ രക്ഷപ്പെട്ടു. പ്രദേശവാസിയായ സന്ദീപാണ് ബൈക്ക് കടത്തിയത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് ഗായത്രി പുഴയിൽ വെള്ളം കൂടിയിരുന്നു. താൽക്കാലിക നടപ്പാലത്തിന്റെ ഭാഗത്ത് വെള്ളം കവിഞ്ഞപ്പോഴാണ് കാൽനട യാത്രയ്ക്ക് പോലും ബുദ്ധിമുട്ടായത്. ഇതിലൂടെ ബൈക്ക് സാഹസികമായി കടത്തതിനിടെയാണ് അപകടം സംഭവിച്ചത്. കൂടെയുള്ള സുഹൃത്തും സന്ദീപും അപകടത്തിൽപ്പെട്ടുവെങ്കിലും ഇവർ രക്ഷപ്പെട്ടു.